ഹലോ, വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ഓർഗനാസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. ഷേക്സ്പിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടാണ് വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന്. വൈവിധ്യമാണ് ജീവിതത്തിൻ്റെ സുഗന്ധം എന്ന്, അല്ലെങ്കിൽ ആ ഒരു സ്പൈസ് തരുന്നതെന്ന്. വളരെ സത്യസന്ധമായ വാക്കുകളാണവ. നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്നു അല്ലേ? എന്നാൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ്. റിലേഷൻഷിപ്സിൽ പ്രത്യേകിച്ചും മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അതിന് വലിയൊരു പ്രാധാന്യമാണുള്ളത്. ആൻഡ് ഇറ്റ്സ് നോട്ട് അഗെയിൻ വിത്ത് ചൂസിങ് ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ബന്ധത്തിൽ തന്നെ നിന്നുകൊണ്ട് അതിൽ വെറൈറ്റി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ആ ബന്ധം വിജയിക്കുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ഒരേപോലത്തെ ഒരു അനുഭവങ്ങൾ നമ്മളെ പെട്ടെന്ന് ബോറടിപ്പിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വെറൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ അതേ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഈസ് എ ഡ്രാമ അല്ലേ? അപ്പം അത് കുറേ കൂടി ഡ്രാമറ്റൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ജീവിതം ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ സ്പൗസിനെ അല്ലെങ്കിൽ പാർട്ട്ണറിനെ കൂടെ ആ ഡ്രാമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം നമ്മൾ ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറിനെ യാത്ര അയക്കുകയാണ്. അന്നേരം നമ്മളൊരു രീതിയിലാണ് അദ്ദേഹത്തിന് ഫെയർവെൽ പറയുന്നത്. നമ്മൾ വി ആർ ബിഡിങ് ഫെയർവെൽ വിത്ത് എ സ്മൈൽ, വിത്ത് ആൻ ആക്ഷൻ, അതൊക്കെ ആയിരിക്കാം. പക്ഷെ പിറ്റേ ദിവസം നമ്മൾ വേറൊരു, അങ്ങനെ എന്നുമെന്നല്ല, ഒക്കേഷണലി വി ഷുഡ് ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്, വി ഷുഡ് ചേഞ്ച് അവർ പാർട്ട്നേഴ്സ് മൂഡ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് അങ്ങനെയാണ്. ദിവസവും പുറത്തു പോകുമ്പോൾ ആരാണോ ഹു ഈസ് ഗിവിങ് എ കിസ് ടു ദ ഫോർഹെഡ് ഓഫ് ദ സ്പൗസ് ഹാസ് ദാറ്റ് ലോങ്ങിവിറ്റി ഓഫ് ലൈഫ്, ആയുസ് കൂടും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആ ഒരു സ്നേഹപ്രകടനം. ആൻഡ് എസ്പെഷ്യലി വിമൻ നീഡ് മോർ കിസസ് ഓൺ ഫോർഹെഡ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഒരു ടച്ച് അല്ലെങ്കിൽ ആ സ്നേഹത്തോടെയുള്ള ഒരു ഹഗ് അല്ലെങ്കിൽ ഒരു പിടിച്ച് ചേർത്ത് നിർത്തലൊക്കെയാണ് അവരെ ഏറ്റവും കൂടുതൽ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ പാർട്ട്നേഴ്സ് ഒരു വെറൈറ്റി സൂക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എപ്പോഴും വളരെ ഫേം ആയിട്ടുള്ളൊരു ബോണ്ടായിരിക്കും അതിനുണ്ടാവുക. കാരണം ആ സ്പൈസ് എന്നും ഇപ്പം നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പലഹാരം നമ്മളൊരു ദിവസം കഴിക്കും, പിറ്റേ ദിവസം വി നീഡ് അനദർ, എഗെയിൻ വി നീഡ് അനദർ. ഒരു ആഴ്ച കഴിഞ്ഞിട്ട് വി ആർ റൊട്ടേറ്റിംഗ് ഇറ്റ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നു. ആ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഈ റിലേഷൻഷിപ്പിൽ വരുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് വി ആർ ഗോയിങ് ടുഗെദർ ആൻഡ് വി ആർ ഹാവിങ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ടുഗെദർ. അതൊക്കെ ആകുമ്പോൾ അപ്പോൾ സ്ത്രീകളിൽ ചിലരെ കൊണ്ട് പൈസ ചിലവാകും എന്നൊക്കെ പറഞ്ഞ് അവരിതൊക്കെ മുടക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ സ്പൗസ് വേറെ കമ്പനി അന്വേഷിച്ച് പോകും. അപ്പോൾ ഈ പിശുക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം പൈസ ചിലവാക്കേണ്ടടുത്ത് നമ്മൾ ചിലവാക്കുക. വി ഷുഡ് ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, വി ഷുഡ് ഹാവ് ഡിഫറെൻറ്റ് സീൻസ് ടുഗെദർ. അപ്പോൾ ടുഗെദർ എന്നുള്ളത് ഈ റിലേഷൻഷിപ്പ് വളരെയധികം ഫേം ആക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, വൈവിധ്യമാണ് ജീവിതത്തിൻ്റെ സുഗന്ധം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.